ഭൂലോകത്ത് മാനവരിൽ ഒരാളായിട്ട് കാണുവാൻ സാധിച്ചതിൽ സന്തോഷമുണ്ട് എന്ന് പറഞ്ഞ് നാരദൻ തിരിച്ച് വൈകുണ്ഠ ലോകത്തേക്ക് എത്തുകയാണ്. വൈകുണ്ഠ ലോകത്ത് എത്തുമ്പോൾ മഹാവിഷ്ണു ലക്ഷ്മിയോടൊത്ത് ഇരിക്കുന്നു. നാരദൻ വരുന്നുണ്ടെന്ന് അറിഞ്ഞ് വളരെ പുഞ്ചിരിച്ചു. എന്തൊക്കെയുണ്ട് നാരദനെ വിശേഷമെന്ന് ചോദിച്ചപ്പോൾ നാരദൻ പറഞ്ഞു, ഭൂമിയിൽ ഞാൻ പോയി വളരെ അത്ഭുതകരമായ ഒരു സംഭവം ഞാൻ കണ്ടിട്ടാണ് വരുന്നത്. ആ സംഭവത്തെക്കുറിച്ച് അങ്ങയോട് പറയേണ്ട കാര്യമില്ലല്ലോ എന്നുള്ളത്. എന്താണ് വിശേഷം? അപ്പോൾ നാരദൻ പറയാണ്, വിശേഷം ഒക്കെ ഉണ്ട്. അതായത് അയോധ്യ വളരെ 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 ഉയർന്ന തരത്തിലേക്ക് പോകുന്ന ഒരു രാജ്യമായിട്ട് മാറുകയാണ്. ഈ അയോധ്യയുടെ രാജാവാകാൻ അങ്ങ് തന്നെ നിയുക്തമായല്ലോ. ആര് പറഞ്ഞു ഞാനാണ് രാജാവാകുന്നത്? അല്ല, ഞാൻ അയോധ്യയിലെ പുത്രനാണ്. ആ പുത്രൻ ഒരുപാട് കർമ്മയോഗങ്ങളൊക്കെ ചെയ്യാൻ കൃത്യനിർവഹണത്തിന് വേണ്ടിയിട്ട് ഞാൻ അവതരിച്ചെന്നേ ഉള്ളൂ നാരദരെ എന്ന് പറഞ്ഞു.